ഓർമ്മയിൽ നിൽക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചലച്ചിത്ര തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ഡെന്നീസ് ജോസഫ് സാറിൻ്റെ കല്യാണ കേസിൽ ഞാനാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അലമാരി എന്തൊക്കെ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഡെന്നീസ് എന്നാണെന്ന് തോന്നുന്ന കുട്ടിയുടെ പേര്, പുള്ളിയുടെ കയ്യിൽ കേസിൽ കിട്ടുന്നു. അപ്പോൾ ഫാദർ വേറെ ആരെയും ഇത് കാണിക്കാൻ സമ്മതിച്ചിട്ടില്ലെന്നാണ് പുള്ളി അന്ന് എന്നോട് പറഞ്ഞത്. ഈ ഡെന്നീസ് ജോസഫ് സാറ് ഇതൊന്നും ആരെയും കാണിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ ഇത് എന്നെ കുറിച്ച് പയ്യനെ അറിയില്ലായിരുന്നു. അപ്പം ഈ ജോസ് ഡെന്നീസ് വേറെ എവിടേക്ക് ഇത് അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് എറണാകുളത്ത് എവിടെ ഒരു സ്ഥലത്ത് അവിടെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ 7,000 രൂപ എന്തോ ചോദിച്ചു. പക്ഷേ എത്ര ഭാഗം കിട്ടുമെന്നോ ഒന്നും അറിയത്തില്ല. കിട്ടുന്ന അത്രയും എടുത്തു കൊടുക്കാം, ഫുള്ളായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാനത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് എൻ്റെ സർവീസ് ചാർജ് 2,500 രൂപയായിരുന്നു വിത്തൗട്ട് പെൻ ഡ്രൈവ്. അത് സമയം വേണമെന്ന് പറഞ്ഞ് 2 കേസറ്റ്, എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കേസറ്റായിരുന്നു, കല്യാണത്തിൻ്റെ അത് ഒരുവിധപ്പെട്ട എല്ലാ ചലച്ചിത്ര താരങ്ങളും പങ്കെടുത്ത കല്യാണമാണ്. അത് ചെയ്തു കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരെ ഞാൻ കൊറിയർ ചെയ്ത് കൊടുത്തു. കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പയ്യൻ തന്നെ അവരെല്ലാം ഈ ജോസ് പ്രകാശ് സിനിമ അവരുടെയൊക്കെ റിലേറ്റീവ്സാണ്. അദ്ദേഹത്തിൻ്റെ ജോസ് പ്രകാശ് സാറിൻ്റെ മകൻ്റെ ഒരു കല്യാണ കേസിട്ട് ബാംഗ്ലൂർ എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് കൊടുത്തിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു വന്നു. പക്ഷെ അതെല്ലാം 80കളുള്ള കേസറ്റ്. അപ്പോൾ അന്നത്തെ ക്യാമറയ്ക്ക് ലിമിറ്റേഷനുണ്ട്, ക്ലാരിറ്റിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നു. പക്ഷേ ഫുള്ള് ഞാൻ ഡാറ്റ എടുത്ത് കൊടുത്തു. അതാണ് ഒരു അനുഭവം. പിന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുവരാറുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും ഇപ്പം ജീവിച്ചിരിപ്പില്ല, അവരുടെ വീഡിയോ ആണിത്, അന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് വരുന്നതുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതുണ്ട്. പിന്നെ ഒരേ ഒരു മകൻ, സ്ഥലവും ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല. അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസാണ്. അത്യാവശ്യം നല്ല അപ്പർ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട വീട്ടുകാർ. ഒരേ ഒരു മകനേ ഉള്ളൂ. കോളേജിൽ പഠിച്ച സമയത്ത് കൂട്ടുകാരുമായിട്ട് ബൈക്കിലൂടെ ഇറങ്ങാൻ പോയി ആക്സിഡൻ്റ് മകൻ മരണപ്പെട്ടു. ആകെയുള്ള മകനാണ്. അപ്പോൾ ആ പയ്യൻ്റെ ബർത്ത്ഡേയുടേത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വീഡിയോ കേസറ്റുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കാണാനൊരാഗ്രഹം. അവർ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫംഗസിൻ്റെ കേസ് നേരത്തെ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൊണ്ടുവന്നു. ഞാൻ ഫുള്ള് ചെയ്തു കൊടുത്തു. ഞാൻ ചോദിച്ച പൈസേനേക്കാളും കൂടുതലൊന്നും ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തു. അത് വേറെ കാര്യം. നമുക്കൊരു സർവീസ് ചാർജ് ഉണ്ട്, അതിൽ കുറച്ചും ഞാൻ ആരിൽ നിന്നും വാങ്ങാറില്ല, കൂടുതലും വാങ്ങാറില്ല. ഇവിടെ വന്ന് ആ വീഡിയോസ് ഇവിടെ എൻ്റെ മുമ്പ് വരുന്ന രക്ഷകർത്താക്കൾ കരയുന്നത് ഒരു വേദനയായിട്ടൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.